എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള ഈ ഒരു വെബ് പേജ് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഒരു ഡിക്ലറേഷൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റർ യുവർ ക്യാപ് ID, അതുപോലെ എൻ്റർ യുവർ സെക്യൂരിറ്റി കീ എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ മാൻഡേറ്ററി ഫീസ് ആയിട്ടുള്ള, അതായത് SC ST അതുപോലെ OEC അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫീ കൺസെഷനുകൾ ഏകദേശം 30ഓളം വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഉള്ളവർക്ക് 135 രൂപയും, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയാണ് വരിക. അപ്പോൾ അവർക്ക് ഉള്ള ഫീസ് 540 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഈ ഒരു ജൂലൈ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ, അത് സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് ഈ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടത്. 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. കാരണം ഓൾറെഡി നിങ്ങൾ മാൻഡറ്ററി ഫീസ് അടച്ചിട്ടുണ്ടാവും. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം നിങ്ങൾ പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ കോളേജിൽ നിന്നും നിർബന്ധമായിട്ടും TC വാങ്ങേണ്ടതും മൂന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതും ആണ്. അതുപോലെ തന്നെ പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസുകളും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ, അതായത് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയിട്ടുള്ള കോളേജിൽ നിന്നും നിർബന്ധമായിട്ടും TC വാങ്ങിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. TC വാങ്ങിക്കണം. അതിനുശേഷം മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതുമാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസും റീഫണ്ട് ലഭിക്കാനുള്ള അർഹതയുണ്ടായിരിക്കും. അതുപോലെ റീഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരാണ് എങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു 11-ാം തീയതി 3 മണിക്കകം ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതാണ്. അത് നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യണം. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാതെ അത് നിലനിർത്തുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം ഹയർ ഓപ്ഷൻ എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്താൽ 5-ാമത്തെ ആ ഒരു കോഴ്സിൽ തന്നെയായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് വേണ്ട. ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിർബന്ധമായിട്ടും റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു സീറ്റ് സ്വീകരിക്കേണ്ടതുണ്ട്. ഇതോടെ മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ്, അതായത് അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും, അതായത് മുമ്പത്തെ അലോട്ട്മെൻറ്റിൽ, അതായത് മൂന്നാമത്തെ അല്ലെങ്കിൽ 1-2 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് യാതൊരുവിധ കാരണവശാലും വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അല്ലാത്തവർക്കും അഡ്മിഷൻ, അതായത് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, PWD, സ്പോർട്സ് തുടങ്ങിയവ ലഭിച്ചവർക്കും മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാണ് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീ റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ UGCയുടേതാണ് ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഫണ്ടിന് എപ്പോഴൊക്കെയാണ് അർഹതയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് 100% നിങ്ങൾ അടച്ച പൈസ റീഫണ്ടായിട്ട് തരാനായിട്ട് 15 days ഓർ ബിഫോർ മോർ ദ ഫോർമലി നോട്ടീസ്ഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, 15 ദിവസം മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 15 ദിവസമോ അതിൽ കൂടുതലോ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ 100% പൈസക്കും നിങ്ങൾ അർഹതയുണ്ട്. അതുപോലെ ലെസ് ദാൻ 15 days ബിഫോർ ദ
ഫോർമലി നോട്ടീസ്ഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 15 ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ 90% പൈസ തിരിച്ചു തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 15 ഡേയ്സ് ഓർ ലെസ് ആഫ്റ്റർ ഫോർമലി ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അത് 15 ദിവസത്തിലും കുറവ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 80% തുകയാണ് വരിക. അതുപോലെ 30 ഡേയ്സ് ഓർ ലെസ് ബട്ട് മോർ ദാൻ 15 ഡേയ്സ് ആഫ്റ്റർ ഫോർമലി നോട്ടീസ്ഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അങ്ങനെയാണെങ്കിൽ 50% പൈസയും. അതുപോലെ തന്നെ മോർ ദാൻ 30 ഡേയ്സ് ആഫ്റ്റർ ഫോർമലി നോട്ടീസ്ഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് 30 ദിവസത്തിൽ കൂടുതൽ ആവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അടച്ച പൈസ റീഫണ്ടായിട്ട് ഒറ്റ പൈസയും തിരിച്ചു കിട്ടില്ല എന്നാണ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറാണ്, റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ, ആ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.